9th മാത്സ് ഓണം എക്സാം ആൻസർ കീ. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ y ഈസ് ഈക്വൽ ടു 6. പ്രൈസ് ഓഫ് പെൻ എക്സ് കൊടുത്തു, പ്രൈസ് ഓഫ് പെൻസിൽ y കൊടുത്തു, അങ്ങനെ y ഈസ് ഈക്വൽ ടു നമുക്ക് 6 കിട്ടി. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 18 കിട്ടി. അപ്പോൾ പ്രൈസ് ഓഫ് പെൻ ഈസ് ഈക്വൽ ടു പെൻസിൽ ഈസ് ഈക്വൽ ടു 6 rupees ആൻഡ് പ്രൈസ് ഓഫ് പെൻ ഈസ് ഈക്വൽ ടു 18 rupees. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഫിഗർ തന്നിരിക്കുകയാണ്. ഈ ഫിഗറിൽ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 cm. ഇവിടെ ക്വസ്റ്റ്യനിലേ ഉണ്ട്, അത് നമുക്ക് വെറുതെ എഴുതിയാൽ മതി. ബി ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡയഗണൽ ഓഫ് ദ സ്മോൾ സ്ക്വയർ ആണ്. വാട്ട് ഈസ് ദ ഡയഗണൽ ഓഫ് ദ സ്മോൾ സ്ക്വയർ ആണ് എ ക്വസ്റ്റ്യൻ. സ്മോൾ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുമ്പം ഇതാണ്. സ്മോൾ സ്ക്വയറിൻ്റെ ഡയഗണൽ ഇതാണ് സ്മോൾ സ്ക്വയർ, ഇതാണ് അതിൻ്റെ ഡയഗണൽ, ഇതാണ്. അപ്പം അതിൻ്റെ സൈഡ് വന്നിട്ട് 4 cm. സ്ക്വയറിൻ്റെ സൈഡാണ് ഡയഗണൽ, അപ്പോൾ 4 cm. ദെൻ ഏരിയ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്മോൾ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ദ സ്മോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കണം. ഏരിയ ഈസ് ഈക്വൽ ടു, നമുക്ക് രണ്ട് ഫോർമുലയുണ്ട്. ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് റോംബസ് ആണല്ലോ, അത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റോംബസ് ആണ്. ഹാഫ് d1 d2 എന്നുള്ള ഫോർമുല എടുക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 4 ചെയ്തിട്ടുണ്ടെങ്കിലും ആൻസർ കിട്ടും. ഈസ് ഈക്വൽ ടു 8 square centimeter. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, 3/10 ഈസ് ഈക്വൽ ടു 0.3. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ 0.003 ഈസ് ഈക്വൽ ടു 3/1000. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, x + 1 × y + 1 ഈസ് ഈക്വൽ ടു xy + x + y + 1 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രൊഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 315 ആൻഡ് ദ സം 36. യൂസിങ് ദ എബോവ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 352. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഫിഗർ വരയ്ക്കാനാണ്. സെയിം ഏരിയയുള്ള ട്രയാങ്കിൾ എ ബി സിക്ക് സെയിം ഏരിയയുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ സം ഓഫ് 2 numbers ഈസ് 29 ആൻഡ് ദർ ഡിഫറൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സം 29 ഡിഫറൻസ് 5. അങ്ങനെ നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി. ഓക്കെ, നമ്പേഴ്സ് 17 ആൻഡ് 12. നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, നമ്പേഴ്സ് 17 ആൻഡ് 12. ഓക്കെ, സെവൻത് ക്വസ്റ്റ്യൻ ഇവിടെ വാട്ട് ഈസ് എ പി ഈസ് ടു പി ബി എന്നാണ്. എ പി ഈസ് ടു പി ബി ഈസ് ഈക്വൽ ടു 4. AP 2:4 ഈസ് ഈക്വൽ ടു 1:2. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ ക്യു. എ ക്യൂൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അപ്പോൾ എ ക്യു ഈസ് ടു ക്യു സി 1:2 തന്നെയാണ്. അപ്പം നമുക്ക് AC 9 തന്നിട്ടുണ്ട്, നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 cm കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയ്ത്ത് ക്വസ്റ്റ്യൻ, 1/9 എന്ന് പറഞ്ഞാൽ 0.111 ആണ്. ഈ ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞ വർഷം 9th സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്ന മാത്സ് ആണ്, അതുകൊണ്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. 1/9 ഈസ് ഈക്വൽ ടു 0.111 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 0.333 എന്ന് പറഞ്ഞാൽ 3/9 ആണ്. അതുപോലെ 0.77 എന്ന് പറഞ്ഞാൽ 7/9 ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു 10/9 ആണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അതുപോലെ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് 0.44 എന്ന് പറഞ്ഞാൽ റൂട്ടാണ്. റൂട്ട് 4/9. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്, 9 പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 2/3 കിട്ടി. അപ്പോൾ 2/3 ആണ് അതിൻ്റെ ആൻസർ. ബിയുടെ ആൻസർ 2/3. ഓക്കെ, ഇനി 2/3 വേണമെങ്കിൽ ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഫ്രാക്ഷണൽ ഫോമാണ്, അപ്പോൾ 2/3 എഴുതിയാൽ മതി. ഇനി ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത്ത് 11 cm and divide the line in the ratio 4:5. 4:5 ആയാലും ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 10th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നാച്ചുറൽ നമ്പർ ഈസ് ഈക്വൽ ടു √12 × √27. അപ്പോൾ √12 നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ 2√3 എന്ന് കിട്ടി. √27 3√3. ദെൻ √12 × √27 ഈസ് ഈക്വൽ ടു 2√3 × 3√3 ഈസ് ഈക്വൽ ടു 6 × 3 ഈസ് ഈക്വൽ ടു 18. ആൻസർ. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ 1/√12 × 4 √1/12 × √4/27 ആണ്. അതിൻ്റെ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/9. 1/9 പറഞ്ഞാൽ 0.111 ആണ്. ഓക്കെ, 11th ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്
7 ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ 13 ഈസ് ഈക്വൽ ടു 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ആണ്. അപ്പം നമുക്ക് 7ഉം 6ഉം ഉപയോഗിച്ച് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ സൈഡ്, അതിൻ്റെ ഹൈപ്പോട്ടനീസ് നമുക്ക് √13 കിട്ടി. ആ √13 ആണ് നമ്മുടെ സ്ക്വയറിൻ്റെ സൈഡ്. അത് ഉപയോഗിച്ച് നമ്മൾ സ്ക്വയർ വരച്ചു ബി ക്വസ്റ്റ്യനുമായി. ഓക്കെ. 12th ക്വസ്റ്റ്യൻ. സം ഓഫ് ദ ഏജസ് ഓഫ് രാജൻ ആൻഡ് ഹിസ് സൺ ബാബു ഈസ് 60 ഇയേഴ്സ്. അപ്പോൾ x + y ഈസ് ഈക്വൽ ടു 60 ആഫ്റ്റർ 6 ഇയേഴ്സ്. 6 വർഷം കഴിഞ്ഞാൽ രണ്ടാളുടെ വയസ്സും x + 6ഉം y + 6ഉം ആണ്. അങ്ങനെ അതിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് നമുക്ക് അത് കാൽക്കുലേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ വന്നിട്ട് രാജൻസ് പ്രസൻറ്റ് ഏജ് ഈസ് 48 ആൻഡ് സൺസ് ഏജ് ഈസ് 12 കിട്ടി. ഓക്കെ. 13th ക്വസ്റ്റ്യൻ. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 18. പെരിമീറ്റർ 18 ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 2 × l + v = 18 കൊടുത്തിട്ട് l + v = 9. അപ്പോൾ 9 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളൊരു ലൈൻ വരച്ചിട്ട് ശേഷം നമ്മൾ 4:3 കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കാം. 14th ക്വസ്റ്റ്യൻ. The general form of natural numbers which leaves a remainder on division by 5 is 5n + 1 ആണ്. n is equal to 0, 1, 2, 3. What is the remainder when 36 is divided by 5? 36നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 1. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 2. റിമൈൻഡർ 2 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുമ്പോൾ 5n + 2. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് ഓൺ ഡിവൈഡിങ് ദ പ്രോഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ്? 2 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കാൻ പറഞ്ഞു. വിച്ച് ലീവ്സ് എ റിമൈൻഡർ 1 and 2 ഓൺ ഡിവിഷൻ ബൈ 5. അപ്പോൾ 1ഉം റിമൈൻഡർ കിട്ടണം, 2ഉം റിമൈൻഡർ കിട്ടണം. അപ്പോൾ നമ്മൾ 6ഉം 7ഉം എടുത്തു. 6ഉം 7ൻ്റെയും പ്രോഡക്റ്റ് 42. ഓക്കെ. 15th ക്വസ്റ്റ്യൻ. 15th ക്വസ്റ്റ്യൻ ABCD സൈഡൊക്കെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BD ആൻഡ് AD. അപ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ടാണ് അത് ബൈസെക്റ്റ് ചെയ്യുക ബേസിന്. അപ്പോൾ നമുക്ക് BD = 2 കിട്ടി. BD = 2 കിട്ടി. പിന്നെ AD നമ്മൾ കണ്ടുപിടിക്കണം പൈതഗോറസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട്. നമുക്ക് 2√3 കിട്ടി. ഓക്കെ. ഇനി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ADB = 4 + 2 + 2√3. അങ്ങനെ നമുക്ക് അതിൻ്റെ ഇതൊക്കെ തന്നിട്ടുണ്ട്. √3ൻ്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. 9.464 കിട്ടി. 16th ക്വസ്റ്റ്യൻ. 16th ക്വസ്റ്റ്യൻ. ഇവിടെ ഏരിയ ഓഫ് APDക്ക് ഈക്വൽ ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് വെച്ചാൽ BPC ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ AP/PC എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഏരിയ ഓഫ് APD = x ആണെങ്കിൽ AP/PC x/3 ആണ്. നമ്മളുടെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ APD? ട്രയാങ്കിൾ APDയുടെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ AP/PC = x/3യുമാണ്. AP/PC = 12:x-ഉമാണ്. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ 9ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആൻസർ കിട്ടിയത് നമുക്ക് 6 cm² ആണ്. ടോട്ടൽ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം ചോദിച്ചിട്ടുണ്ട്. അതെല്ലാ ഏരിയയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടി. ഓക്കെ. 17ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഒരു കലണ്ടറിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 9 കിട്ടി. അവിടെ x + 8 കിട്ടി. ദെൻ 18th ക്വസ്റ്റ്യൻ. 18th ക്വസ്റ്റ്യൻ. x - 1 × y - 1 = xy - x + y + 1. ഫൈൻഡ് 29 × 49 യൂസിങ് ദ എബോവ് പ്രിൻസിപ്പിൾ. അപ്പോൾ എബോവ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ 29 × 49 ചെയ്ത് 29 പറഞ്ഞാൽ 30 - 1, 49 പറഞ്ഞാൽ 50 - 1 അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 1421 കിട്ടി. അടുത്തത് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 112 and 23 ആൻഡ് ദെയർ സം ഈസ് 23. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ജസ്റ്റ് ബിഫോർ ഈച്ച്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ബിഫോർ ഈച്ച് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ x - 1 × y - 1 എഴുതാം. xy - x + y + 1 കിട്ടി. അപ്പോൾ നമ്മൾ കൂടെ തന്നിരിക്കുന്നത് പ്രോഡക്റ്റ് 112ഉം സമ്മ് 23 ആണ്. അപ്പോൾ പ്രോഡക്റ്റ് XYയിൽ 112 എഴുതി, സമ്മിൽ 123 എഴുതി. അപ്പോൾ ആൻസർ 90 കിട്ടി. ഓക്കെ. 19ാമത്തെ ക്വസ്റ്റ്യൻ. 19th ക്വസ്റ്റ്യൻ. 3 times a number is added to 2 times.
19 സോറി 19 18 സോറി ഒരു മിനിറ്റ് 17 19 ക്വസ്റ്റ്യനിൽ കാണാനില്ലല്ലോ. ശരി, 19th ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. 19th ക്വസ്റ്റ്യൻ നമുക്ക് എ ബി ഈസിക്കൽ ടു 28 സെൻറ്റിമീറ്റർ. എ ബി ഈസിക്കൽ ടു 28 14ൻ്റെ ഡബിൾ ആയിരിക്കും. പി ആർ ക്യൂൻ്റെ ഡബിളാണ്. ബി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ പെരിമീറ്റർ എല്ലാ ഭാഗത്തിൻ്റെയും ഡബിൾ എടുക്കുക. 15ൻ്റെ ഡബിൾ, 13ൻ്റെ ഡബിൾ, 14ൻ്റെ ഡബിൾ എടുത്ത് നമുക്ക് 84 കിട്ടി. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. പി ക്യു ആറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 84 എന്നിവിടെ തന്നിട്ടുണ്ട്. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ടു 336 സെൻറ്റിമീറ്റർ സ്ക്വയർ. നാല് ട്രയാങ്കിളും ഈക്വൽ ആണ് ഇവിടെ. 20th ക്വസ്റ്റ്യൻ 2 × L+V. പെരിമീറ്റർ തന്നിരിക്കുകയാണ് 34. അപ്പോൾ L+V = 17 ആണ്. LXും ബി വൈയും ആയിട്ട് എടുക്കാൻ പറഞ്ഞു. ദെൻ X+Y = 17, ഇക്വേഷൻ 1. പിന്നെ 2 times ദ ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 142 ആണ്. അല്ല, പെരിമീറ്റർ ഓഫ് ദ ലാർജ് ഹോള് 142 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്തപ്പം 142/2 = 71, ഇക്വേഷൻ 2 കിട്ടി. ദെൻ 2 ഇക്വേഷനും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പം ക്ലാസ്സിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്ത് തോന്നുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇവിടെ കാണാനില്ല. 10ഉം 7ഉം കിട്ടി. ഓക്കെ, 10ഉം 7ഉം. ഓക്കെ, 21st ക്വസ്റ്റ്യൻ 21st ഇവിടെ തന്നിട്ടുണ്ട്. എ സി ഡി ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. കാരണം ഇവിടെ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതും 45 ഡിഗ്രി ആയി. ഓക്കെ, സി ഡി ഈസ് ഈക്വൽ ടു എത്ര ചെയ്തു? ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിളാണ് എ ഡി സി എന്ന് പറയുമ്പോൾ. അപ്പോൾ എ ഡി ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ദെൻ ബി ഡി ഈസ് ഈക്വൽ ടു, ബി ഡി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ബി ഡി ഈസ് ഈക്വൽ ടു √8² - 4² ചെയ്തപ്പോൾ നമുക്ക് 4√3 കിട്ടി. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് 4 + 4 √3 ആണ്. ഇവിടെ 4 √3 ആണ്, 4√3 ആണ്. അപ്പോൾ 4 + 4 √3 × 4. അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ആൻസർ 23.84 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. 22nd ക്വസ്റ്റ്യൻ 22nd പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു 30 തന്നിട്ടുണ്ട്. 2 × L+V 30, L+V = 15. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിന് എല്ലിന് എക്സും ബിക്ക് വൈയും കൊടുത്തിട്ടുണ്ടെങ്കിൽ X+Y = 15. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഏരിയ XY = 36 തന്നിട്ടുണ്ട്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്തും കുറയുകയാണെങ്കിൽ എന്താണ് ഏരിയ ചോദിച്ചാൽ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദെൻ 1 സെൻറ്റിമീറ്റർ മോർ ആവുകയാണെങ്കിൽ 52 സെൻറ്റിമീറ്റർ സ്ക്വയർ. 23rd ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. 3 times a number is added to 4 times the number and gives 37. 2 times the second number subtracted from the 5 times the ഫസ്റ്റ് നമ്പർ. 2 ഇക്വേഷൻ നമ്മളിവിടെ എഴുതി. 2 ഇക്വേഷനിൽ നമ്മൾ ഇക്വേഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ 1നെ 2 കൊണ്ടും ഇക്വേഷൻ 2നെ 4 കൊണ്ടൊക്കെ ഇൻറ്റു ചെയ്തു. അങ്ങനെ എലിമിനേറ്റ് ഒക്കെ ചെയ്തു. അങ്ങനെ നമുക്ക് ആൻസർ X = 7 കിട്ടി. എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1ൽ കൊടുത്തു. അങ്ങനെ നമുക്ക് Y = 4 കിട്ടി. ദെൻ ആൻസർ = 7 and 4. 24th ക്വസ്റ്റ്യൻ ഇവിടെ എ ജി = ജി പി എന്താണെന്ന് ചോദിച്ചാൽ എ ജി = ജി പി = 2:1. എ പി = 12 എന്ന് തന്നിട്ടുണ്ട്. എ പി 12 ആണെങ്കിൽ എ ജി എന്താണ്? 2/3 × 12 = 8 സെൻറ്റിമീറ്റർ ഇട്ട്. അപ്പോൾ ജി പി 4 സെൻറ്റിമീറ്റർ. എ ബി = 18 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പി ക്യു = ഹാഫ് എ ബി ആണ്, 9 സെൻറ്റിമീറ്റർ. അതുപോലെ XY = ഹാഫ് എ ബി ആണ്, 9 സെൻറ്റിമീറ്റർ. 25th ക്വസ്റ്റ്യൻ when the length of a rectangle is increased by 1 and breadth is decreased by 1, area is decreased by 19. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റ് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏരിയ ഇസ് ഡിക്രീസ്ഡ് ബൈ 19. അപ്പം അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. ഏരിയ 19 സെൻറ്റിമീറ്റർ സ്ക്വയർ കുറഞ്ഞു. ഓക്കെ, ദെൻ പിന്നെ ഈ X+1 ഇൻറ്റു അതിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബൈ ടേക്കിംഗ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ആസ് X and Y റൈറ്റ് ദ ലെങ്ത് ഓഫ് ബ്രെഡ്ത്ത് ആൻഡ് ഓഫ് ദ സെക്കൻഡ് റെക്ടാങ്കിൾ. അതാണ് എ ക്വസ്റ്റ്യൻ. ഇതാണ് ബി ക്വസ്റ്റ്യൻ. X+1 × Y - 1 = XY - 19.
അതായത് 19 സെൻറ്റിമീറ്റർ സ്ക്വയർ കുറയുന്നതാണ് പറഞ്ഞത്. അപ്പം 19. സി ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് എക്സ് മൈനസ് വൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ 18 കിട്ടി. ഡി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഇൻക്രിമെൻറ്റ്, എത്രയാണ് ഇത് കൂടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂ റെക്റ്റാങ്കിൾ ഗോട്ട് ഡിക്രീസിങ് ലെങ്ത് 1 ആൻഡ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ ബൈ 1 മീറ്റർ ആൻഡ് ഇൻക്രീസിങ് ദ ബ്രെഡ്ത്ത് 1 മീറ്റർ. 1 മീറ്റർ ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്ത് 1 മീറ്റർ ലെങ്ത്ത് ഡിക്രീസിങ് ചെയ്തു. അങ്ങനെയാകുമ്പോൾ എത്ര ഇൻക്രിമെൻറ്റ് ചോദിച്ചാൽ 17 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. XY + 17 എന്ന് കിട്ടിയാൽ 17 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കൂടിയത്. 26th ക്വസ്റ്റ്യൻ 26th ഇവിടെ റൂട്ട് പിന്നെ എന്താണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഞാൻ വരച്ചിട്ടില്ല ഇവിടെ. ട്രയാങ്കിളിൻ്റെ സൈഡ് √2, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ് √2. പിന്നെ ബി ക്വസ്റ്റ്യൻ വന്നിട്ട് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഫോർത്ത് റെക്റ്റാങ്കിൾ. √4ഉം 1ഉം √5ഉം. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 1 √5 എന്ന് എഴുതിയാൽ മതി. 2 1 √5. അതിൻ്റെ സി ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ പെരിമീറ്റർ ഓഫ് ഫസ്റ്റിൻ്റെ പെരിമീറ്ററും ഫോർത്തിൻ്റെ പെരിമീറ്ററിൻ്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ സമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 8.65 സെൻറ്റിമീറ്റർ കിട്ടി. Then 27th question FD is equal to 6. ഇവിടെ 10 തന്നിട്ടുണ്ട്, AD 10 തന്നിട്ടുണ്ട്. അപ്പോൾ ഈസി ചെയ്യാം. പിന്നെ AE is to EC is equal to AF is to FD ആണ്. അത് 2:3 കിട്ടി. 4:6 is equal to 2:3. AD is to DB എന്ന് പറഞ്ഞാൽ AE is to EC ആണ്. നമ്മളിവിടെ AB എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. AB is equal to നമുക്ക് 10, ആദ്യം നമുക്ക് DB 15 കിട്ടി, പിന്നെ AB is equal to 10 + 15 കിട്ടി. ഓക്കെ. AD is to DB എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 10:15 ആണ്, is equal to 2:3. 28th ക്വസ്റ്റ്യൻ ഫ്രാക്ഷനാണ്. ഒരു ഫ്രാക്ഷന് ഡിനോമിനേറ്ററിൽ 1 ഇൻക്രീസ് ചെയ്തു, അപ്പോൾ ഫ്രാക്ഷൻ ബിക്കംസ് 1/2 ആയി. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കി. അതേപോലെ ആദ്യം ന്യൂമറേറ്ററിൽ 1 ഡിക്രീസ് ചെയ്തു, അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ ഡിനോമിനേറ്ററിൽ 7 ഇൻക്രീസ് ചെയ്തു, ഫ്രാക്ഷൻ ബിക്കംസ് 1/3 ആണ്. ദെൻ നമുക്ക് ഇക്വേഷൻ കിട്ടി. 2 ഇക്വേഷനും കൂടെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എക്സിന് 5 കിട്ടി ആൻഡ് y is equal to 8 കിട്ടി. ദെൻ ഫ്രാക്ഷൻ is equal to 5/8 കിട്ടി. 29th ക്വസ്റ്റ്യൻ ഫസ്റ്റ് ലൈന് 3² + 7 is equal to 16 is equal to 4². 15th സ്ക്വയർ നമ്പർ is equal to 15² is equal to 225. അതിന് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 14² + 29. 15² എന്ന് പറഞ്ഞാൽ 14² + 29 is equal to 225. ഇതെഴുതിയാലും മതി, ഇതെഴുതണമെന്നില്ല. ദെൻ C². നെക്സ്റ്റ് സ്ക്വയർ നമ്പർ എന്താണെന്നാണ് ചോദ്യം. അത് 481 ആണ്, 841 ആണ്. 29² ആണ്. ഇനി 1225 + ഡാഷ് is equal to 36² എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1225 എന്നാൽ 35² ആണ്. അപ്പോൾ 35² കൂടെ 35 × 2 + 1 ചെയ്ത് കഴിഞ്ഞാൽ 71 കിട്ടും. 36². അതിൻ്റെ ജനറൽ ഫോർമുല n² + 2n + 1 is equal to n + 1 whole square. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവ് ട്യൂഷൻ വേണമെങ്കിൽ കോൺടാക്റ്റ് നമ്പറാണ് 8921630134. ഓക്കെ.